ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അച്ഛനെ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ബുക്ക് ഓഫ് സിറ, പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 1 തൊട്ട് 6 വരെ തിരുലിഖിതങ്ങൾ. ബുക്ക് ഓഫ് സിറ 16 ചാപ്റ്റർ വേഴ്സസ് 1 to 6. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. സോ ഓക്കെ, യു ക്യാൻ റീഡ് ടുഗദർ ലൗഡ്ലി പ്ലീസ്. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കുക. കൊള്ളരുതാത്ത മക്കൾ, കൊള്ളരുതാത്ത മക്കൾ, കൊള്ളരുതാത്ത മക്കൾ. സ്വർഗത്തിൽ കൊള്ളരുതാത്ത മക്കളുണ്ടായിരുന്നു. ആരാന്നറിയാവോ? അതാണ് ലൂസിഫറും കൂട്ടരും. വിമത സ്വഭാവം, എതിർപ്പ്, ദൈവത്തോട് മാത്സര്യം, ദൈവത്തോട് മാത്സര്യം. ലൂസിഫറും അവൻ്റെ സംഘാംഗങ്ങളും. അപ്പം ഭൂമിയിലും കൊള്ളരുതാത്ത മക്കളായി മാറുന്ന ആദവും ഹവ്വയും എപ്പോഴാണ് കൊള്ളരുതാത്തതായി മാറി? അനുസരണക്കേട് കാണിച്ചപ്പോൾ, നിഷേധികളായി മാറിയപ്പോൾ. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത്. അടുത്തത് വായിക്കൂ. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ കറക്ഷൻ സ്വീകരിക്കുന്നില്ല. തന്നിഷ്ടത്തിന് നടക്കണം. എൻ്റെ ഇഷ്ടത്തിന് എഴുന്നേക്കും, എൻ്റെ ഇഷ്ടത്തിന് കഴിക്കും, എൻ്റെ ഇഷ്ടത്തിന് പോകും, എൻ്റെ ഇഷ്ടത്തിന് കൂട്ടുകൂടും. കറക്ഷൻ സ്വീകരിക്കാത്ത, ദൈവഭയമില്ലാത്ത മക്കളിൽ നീ ആനന്ദിക്കരുത്. നീ കരയണം, നീ മുട്ടുകുത്തണം, നീ വേവലാതിപ്പെടണം, നീ പുരയ്ക്ക് തീ പിടിച്ചതുപോലെ നീ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കൊള്ളരുതാത്ത, ദൈവഭയമില്ലാത്ത പുത്രരിൽ നീ ആനന്ദിക്കരുത്. അടുത്തത്, ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അടുത്തത്, അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും, അവരുടെ മികവിലും കഴിവിലും എണ്ണത്തിലും നീ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട. നീ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട. നിനക്കൊന്നും കിട്ടാൻ പോണില്ല. നീ പ്രതീക്ഷകൾ അർപ്പിക്കണ്ട. അടുത്തത്, കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. 1000 പാപികൾ ഒരു വീട്ടിലുണ്ടായാലും ദൈവഭയം ഇല്ലാത്ത ഒരുവൻ അപ്പുറത്തുണ്ടെങ്കിൽ ആ ഒരുവനാണ് പവർഫുൾ. ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളെക്കാൾ മെച്ചമാണ്. ഓക്കെ, ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യൻ. അനപത്യൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആം ഐ റൈറ്റ്? ഓക്കെ, അനപത്യൻ. അനപത്യൻ എന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ മരിക്കുന്നതാണ്. ദൈവഭയം ഇല്ലാത്ത 1000 മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് മക്കളില്ലാതെ മരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അത്രയും വചനം ദൈവഭയവും അനുസരണവും കറക്ഷൻ സ്വീകരിക്കുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തത് വായിച്ചു നോക്കിക്കേ. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. വിവേകമുള്ള ഒരുവൻ, കറക്ഷൻ സ്വീകരിക്കുന്നവൻ, ദൈവഭയം ഉള്ളവൻ, കർത്താവ് കൂടെയുള്ള ആള്, അദ്ദേഹം വരുമ്പോൾ ഈ കർത്താവ് പ്രവർത്തിച്ച് അവിടെ അഭിവൃദ്ധി, കൃപ, ഉയർച്ച, സമാധാനം, അനുഗ്രഹം. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. എന്നാൽ നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി, നിഷ്ഠ തിരുത്തലൊക്കെ നിഷ്ഠ വേണം. നിയമനിഷ്ഠ ഇല്ലാത്ത ഒരു വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളല്ല, അല്ലേ? മോർ ദാൻ വൺ. ഒരു വർഗം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാവും. നിയമനിഷ്ഠയില്ലാത്ത ഒരുപാട് പേര് ഒന്നിച്ചു കൂടിയൊന്നും കാര്യമില്ല. അതുവഴി നിയമനിഷ്ഠയില്ലാത്ത ആളുകളും ഭരണാധികാരികളും അപ്പന്മാരും അമ്മമാരും ഉണ്ടാകുന്നത് വഴി എന്തായി? ദേശം തകർന്നു പോകും, നഗരം തകർന്നു പോകും, രാജ്യം തകർന്നു പോകും. ഇങ്ങനെയുള്ള പലതും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ പല വലിയ കാര്യങ്ങളും എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ, പാപികൾ എന്ന് പറഞ്ഞാൽ പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത
ക്രോധം ആളി കത്തിക്കുന്നു. ഓക്കെ, പാപികൾ സംഘം ചേരുമ്പോൾ എന്താണ്? അഗ്നി ജ്വലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധം ആളി കത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്താണ് പാപികൾ? പാപികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മാരകപാപികളെ കുറിച്ച് ചിന്തിക്കുന്നേക്കാൾ ബോധപൂർവം മല്ലടിക്കുന്ന, അതാണ് അനുസരണക്കേടാണ് ഏറ്റവും ആദ്യത്തെ പാപം. അനുസരണക്കേട്, ദ ഫസ്റ്റ് സിൻ. മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ തകർച്ച അനുസരണക്കേടിൽ ആരംഭിച്ചു. സ്വർഗത്തിലും മാലാഖമാർക്ക് സംഭവിച്ചതും അതുതന്നെയാണ്, അനുസരണക്കേട്. അനുസരണക്കേട്. അപ്പോൾ ഈ അനുസരണക്കേട് വന്നു കഴിയും. എങ്ങനെ അനുസരണക്കേട്? അതായത് അനുസരണക്കേടിൽ ഇപ്പോൾ 2 പേരുണ്ടെന്ന് വിചാരിക്കുക. 2 പേരുണ്ടെങ്കിൽ ഒരാളുടെ ഉള്ളിൽ അത് നാമ്പെടുക്കുമ്പോൾ തന്നെ അടുത്ത ആളത് തിരുത്തണ്ടേ? തിരുത്തിയില്ലെങ്കിൽ എന്താവും? തിരുത്തിയില്ലെങ്കിൽ ക്രയവിക്രയങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ കുറ്റികളുടെ ഇടയിൽ കല്ല് ഉറയ്ക്കുന്നത് പോലെ നമ്മുടെ സംസാരത്തിനിടയിൽ പാപം ആണിവേര് താഴ്ത്തി വളർന്നു വരും. അതിനൊരു ഉദാഹരണമാണ് സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 6 വരെ വാക്യങ്ങൾ. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സസ് 1 to 6. അതായത് പാപികൾ സംഘം ചേരുമ്പോൾ എന്താണ്? അവിടെ തിരുത്തൽ നടക്കണില്ല. തിരുത്തൽ അവിടെ നടക്കുന്നില്ല. അവിടെ അഗ്നി ജ്വലിക്കും. വായിച്ചു നോക്കിക്കേ. 2 പേര്, അത് വലിയ മഹാപാപികളെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെ ഈ അവസ്ഥ വെച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മൾ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണെന്ന് മനസ്സിലാവും. മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിറിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. ആർക്കെതിരായി? മോശയ്ക്കെതിരായി സംസാരിച്ചു. ആര് സംസാരിച്ചു? അഹറോനും മിറിയാമും സംസാരിച്ചു. അഹറോനും മിറിയാമും. എന്തായാലും മോശയോട് ബന്ധപ്പെട്ട 2 പേരാണ് അഹറോനും മിറിയാമും. ആരാണെന്ന് നിങ്ങളൊന്ന് പഠിക്കണം. ഒരു ഹോംവർക്ക് തരികയാണ്. ഈ അഹറോനും മോശയും തമ്മിലുള്ള ബന്ധം. അഹറോൻ്റെ സഹായിയാണ്. മിറിയാമും മോശയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ പഠിക്കണം. അതൊക്കെ ഹൂ ഈസ് ദിസ് മിറിയാം എന്ന് പഠിച്ചിട്ട് വാ എന്നുറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ എന്തായാലും മോശയോട് ബന്ധപ്പെട്ട 2 പേരാണ് അഹറോനും മിറിയാമും. വളരെ ക്ലോസ് ആയിട്ടുള്ളവരാണ് 2 പേരും. അന്യരല്ല എന്ന് ആദ്യം മനസ്സിലാക്കി. ദൈവം കൂട്ടി യോജിപ്പിച്ചവരും കുടുംബത്തിലുള്ളവരൊക്കെ ആയിരിക്കും അത് മനസ്സിലാക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ 2 പേര് അഹറോനും മിറിയാമും എന്ത് ചെയ്തു? അഹറോനും മിറിയാമും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ അവർ സംസാരിച്ചു. ആർക്കെതിരെ സംസാരിച്ചത്? മോശയ്ക്കെതിരെ സംസാരിച്ചു. എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ? അതിങ്ങനെ ഒരാൾ 2 പേരിൽ ഒരാളായിരിക്കും ചോദിക്കുന്നത്. ഒന്നുകിൽ മിറിയാം ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഹ്റോൻ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ മറ്റേ ആൾക്ക് തിരുത്തിക്കൂടെ? നമ്മളങ്ങനെ സംസാരിക്കരുത്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു ടീമാണ്. മോശയും അഹ്റോനും മിറിയാമല്ല ഒരു ടീമാണല്ലോ. നമ്മളങ്ങനെ സംസാരിക്കരുത്. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് ദൈവം തന്ന നേതൃത്വമാണ് മോശ. ഷട്ടപ്പ്, ഇനി മേലൊരു കാര്യം നമുക്ക് സംസാരിക്കണം, നമുക്കിവിടെ വെച്ച് നിർത്താം എന്ന് ഒരാൾക്ക് പറഞ്ഞുകൂടെ? പറയില്ല, രസിച്ചിരിക്കും, അല്ലെങ്കിൽ മൗനം പാലിച്ചിരിക്കും, സംസാരിക്കില്ലായിരിക്കും ചിലർ. എന്നോട് ഒരു സഹോദര വൈദികൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സഹോദര വൈദികൻ പറയുകയാണ്, ഇങ്ങനെ ധാരാളം കുറ്റങ്ങളെല്ലാം പറയണം ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കാനൊന്നും കൂടുകയൊന്നുമില്ല, ഞാൻ മിണ്ടാതിരിക്കും. അപ്പം എന്തായി? അത് അവർക്ക് വളമായി. അപ്പം തന്നെ സംസാരിക്കണം. അതാണ് തിരുത്തൽ എന്ന് പറയുന്നത്. തിരുത്താനുള്ള ഒരു നിയോഗം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കൃപ പോയി. തിരുത്തൽ സ്വീകരിച്ച അനുഗ്രഹമുണ്ട്, തിരുത്തിയാലും അനുഗ്രഹമുണ്ട്. രണ്ടിനും അനുഗ്രഹമാണ്. തിരുത്തൽ സ്വീകരിച്ചാൽ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ പ്രസംഗത്തിന് ആദ്യ പകുതി പറഞ്ഞത്. പലരും അത് മനസ്സിലാക്കിയില്ല. പ്രസംഗം പകുതി കഴിഞ്ഞായിരുന്നു.
എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഇപ്പം നമ്മൾ തിരുത്തിയാലുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സൗബ്രതൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇതെല്ലാം ഒരു തീമാണ്, ഒരു തീമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഇപ്പോൾ ഫ്രാൻസിസ് പറയണത്, ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഫ്രറ്റേണൽ ലവ് ഈസ് കറക്ഷൻ. ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഫ്രറ്റേണൽ ലവ് ഈസ് കറക്ഷൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ആ പരസ്പര സ്നേഹം അത് ഏറ്റവും നല്ല മാക്സിമം നിങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കറക്ഷൻ കൊടുത്തുകൊണ്ടാണ് കാണിക്കേണ്ടത്. ഒരു ആൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ദൂഷണം പറയുമ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ അത് മിണ്ടാതിരുന്ന് എന്നിട്ട് എന്ന് പറഞ്ഞ് കേട്ടാൽ അത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹമോ ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്. ആ വ്യക്തിയുടെ മേൽ ദൈവക്രോധം നിങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയോട് സ്നേഹമല്ല, ആ വ്യക്തിക്ക് വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ അപ്പം തന്നെ തിരുത്തണം. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ആ കാരണം ആ മുതിർന്നവരൊക്കെ നമുക്ക് മനസ്സിലായില്ലെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അവർ ചെയ്തതൊക്കെ അവർക്ക് കിട്ടിയ ബോധ്യം അനുസരിച്ച് അവർ തിരുത്തിക്കൊണ്ടിരുന്നു. മനസ്സിലായാലും തിരുത്തൽ സ്വീകരിച്ച് അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും, ഉറപ്പാണ്, അത് ഗ്യാരണ്ടി. ഗുണം ഉറപ്പായിട്ട് നമുക്കൊരു മുതൽക്കൂട്ടാണ്. അത് എടുത്ത് കൈപ്പിടിച്ചോ, ഉപകാരപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ തിരുത്തൽ കൊടുത്താലും അനുഗ്രഹമുണ്ട്. തിരുത്തൽ കൊടുത്താലും അവർക്കും ഗുണപ്പെടും, നല്ല അനുഗ്രഹമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ വായിച്ചു നോക്കിയേ, ഇവിടെ ഇവർ രണ്ടുപേരും സംസാരിച്ചു. പക്ഷേ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മറ്റേ ആൾക്ക് ഒന്ന് മിണ്ടിക്കൂടെ, സ്റ്റോപ്പ്, ഇത് വേണ്ട, ഇത് നമുക്ക് സംസാരിക്കണ്ട, നമ്മുടെ മോശമല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൂടെ? ഇത് ദൈവം തന്ന നേതാവല്ലേ, നമ്മൾ അതിനെതിരെ സംസാരിക്കാൻ പാടില്ല, ദൈവം നോക്കട്ടെ, ദൈവത്തിന് വരമേൽപ്പിക്കും, നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൂടെ? ഒന്നുമില്ല. അവർ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണമല്ലോ, എരുതിയിൽ എണ്ണ ഒഴിക്കണ മാതിരി അടുത്തയാൾ, അത് ശരിയാണ്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് എന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. എന്താ, കർത്താവ് മോശ വഴി മാത്രമാണ് നമ്മളെ ദൈവം തന്നെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ? പണ്ടത്തെ പോലെ ഇപ്പം നടക്കുമോ? നമുക്കൊരു പേഴ്സണാലിറ്റിയൊക്കെ ഇല്ലേ? ഇങ്ങനെ അങ്ങോട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ സംസാരം ആരംഭിച്ചു. മക്കൾ അപ്പനെതിരെയും അല്ലെങ്കിൽ അപ്പനും മക്കളും കൂടെ കൂടിയിട്ട് ബന്ധുക്കൾക്കെതിരെയൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചു. ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. മോശ ഒന്നും ചോദിക്കാൻ പോയില്ല. മോശ ഇതൊക്കെ അറിയുന്നുണ്ടാവും ആരിലൂടെങ്കിലൊക്കെ. കർത്താവ് ഉടനെ മോശയോടും അഹ്റോനോടും മിറിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ. അവർ വെളിയിൽ വന്നു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്നു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് അഹ്റോനെയും മിറിയാമിനെയും വിളിച്ചു. അവർ മുന്നോട്ട് ചെന്നു. അവിടെ നിന്ന് അരുളി ചെയ്തു, എൻ്റെ വചനം ശ്രവിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. ഇനി 6 തൊട്ട് 12 വരെ വാക്യങ്ങൾ, തുടർന്നുള്ള ഒരു 6 വാക്യങ്ങളും കൂടെ കൂടി സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ബാക്കിയുള്ള ഒരു 6 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പം എന്ത് ചെയ്തു? അവർ മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ വചനം സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. ബാക്കിയുള്ളത്, എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു. അവൻ കർത്താവിൻ്റെ രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നതെന്ത്? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. നോക്കിയേ, ഒരാൾ തിരുത്തിയിരുന്നെങ്കിൽ ഈ ദുരന്തം വരുമോ? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിറിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞ് പോലെ വെളുത്തു. അഹ്റോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ടു. അഹ്റോൻ മോശയോട് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. നോക്കി എൻ്റെ സഹോദരങ്ങൾ, ഓരോ നിർത്തിക്കേ, നോക്കി ശ്രദ്ധിച്ച് നോക്കി. അതായത് മിറിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞ് പോലെ വെളുത്തു.
അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി. കർത്താവിൻ്റെ മഹത്വം അങ്ങോട്ട് വിട്ടുപോയി കഴിയുമ്പോൾ വരുന്ന ദുരന്തങ്ങൾക്ക് കണക്കില്ല. ഏത് വിധത്തിലും രൂപപ്പെട്ട് വരാം. ഇപ്പം നമ്മളിങ്ങനെ അങ്ങനെ നല്ല നല്ല സുമുഖനും സുന്ദരനും ശ്യാമളനും കോമളനും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. രഹസ്യം നമ്മുടെ പേസ്റ്റിനൊക്കെ ശക്തിയാണെന്ന് വിചാരിക്കണ്ട. കുപ്പിക്കണക്കിന് പേസ്റ്റ് വാങ്ങിയിട്ട് രാവിലെയും വൈകുന്നേരം അടിച്ചു വിടണമെന്നാണ് നമ്മുടെ ശരീരം ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ ശക്തി ഉണ്ടാകുന്ന വിചാരിക്കട്ടെ കണ്ണു മുഖം ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത്. ഈ കർത്താവിൻ്റെ സാന്നിധ്യം അങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഏത് വിധത്തിലും ഇത് നമ്മളെ വികൃതരാക്കി മാറ്റാം. ഏത് വിധത്തിൽ നമ്മൾ വികൃതരാക്കി മാറ്റാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ അവരൊന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഈ ദുരന്തം വരുമായിരുന്നോ? ഒരാൾ അടുത്തയാളൊന്ന് കറക്റ്റ് ചെയ്താൽ പോരായിരുന്നോ? ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് ഈസ് ഫ്രറ്റേണൽ കറക്ഷൻ. പിന്നെ ഇവർക്ക് വന്ന ദുരന്തം ജനവും കൂടെ സഹിക്കേണ്ടി വന്നു. പിന്നെ ഇവർ നേരെയായിട്ട് വേണം ജനത്തിന് മുന്നോട്ട് നീങ്ങാൻ. മരുഭൂമിയിൽ അതുവരെ ജനം അവിടെ കടന്നു. ജനം സഹിക്കുക തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ഒരുപാട് മേഖലകളിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതും നമ്മൾ വളരെ ദുരന്തങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നതും അനുഭവിക്കുന്നതും നമ്മളിങ്ങനെ തിരുത്താത്തത് കൊണ്ട്, കർത്താവിൻ്റെ ചൈതന്യം നീങ്ങിപ്പോയത് കൊണ്ടാണ്. നമ്മുടെ സംരംഭത്തിൽ നിന്ന് കർത്താവിൻ്റെ ചൈതന്യം നീങ്ങിപ്പോയി. നമ്മൾ തുടക്കത്തിലെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തിരുത്തിയിരുന്നെങ്കിൽ നിലയ്ക്ക് നിർത്താമായിരുന്നു. അതിനൊരു ഉദാഹരണമാണ്, നിലയ്ക്ക് നിർത്തേണ്ട ഉദാഹരണമാണ്. അതിൻ്റെ ഗ്രേസും കിട്ടി. തിരുത്തിയവർക്ക് തന്നെ ഗ്രേസ് ഉണ്ട്. തിരുത്തിയവർക്ക് കർത്താവ് നല്ല റിവാർഡ് കൊടുക്കും. നല്ല കനത്ത റിവാർഡുണ്ട് തിരുത്തിയാൽ. കുരിശിൽ വലതുവശത്ത് നിന്ന് കള്ളൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാം അധ്യായം വചനം എത്രയാണെന്നറിയാവോ? 23-ാം അധ്യായം ഞാൻ പറഞ്ഞുതരാം. വചനം ഇപ്പം തന്നെ പറഞ്ഞുതരാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 39 തൊട്ട് 42 വരെ വാക്യങ്ങൾ. ലൂക്ക് 23:39-42. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. എന്താ ഈ 2-3 സെൻറ്റൻസ് അവൻ പറഞ്ഞുള്ളൂ. അവനും 3 പേര് കുരിശിൽ കിടക്കുകയാണ്. കുരിശിൽ ഇങ്ങനെ വേദനിച്ച് അങ്ങനെ ഇരിക്കുന്ന ഇടതുവശത്ത് ഒരുവൻ, അതെന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നു. ചിലപ്പോൾ വേദനയുടെ ആധിക്യം കൊണ്ടാകാം, ചിലപ്പോൾ ബോഷത്വം കൊണ്ടാകാം, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാകാം. നമുക്കറിയാൻ പാടില്ല, നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കണ്ട. എന്തായാലും ഒരാൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി. എന്ത്? അയാൾ അറിഞ്ഞോ അറിയാതെയോ വേദനയുടെ ആധിക്യത്താലായിരിക്കണം. അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ കടന്ന് കളിക്കണത്? നീ ഇത്ര നാൾ ആൾ കളിച്ച് നടന്നതല്ലേ, നീ ക്രിസ്തുവല്ലേ, ഞങ്ങളെ രക്ഷിക്കൂ, നിന്നെയും രക്ഷിക്കൂ, അങ്ങനെ ഞങ്ങൾ ദൈവശക്തിയൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കുക, ദുഷിക്കുക, പരിഹസിക്കുക. അപ്പം തന്നെ ഇവൻ്റെ വാ പൊളിച്ച് 2 സെൻറ്റൻസ് പറഞ്ഞോളൂ. അപ്പം തന്നെ വലതുവശത്ത് അതേപോലെ കിടക്കണ കള്ളൻ, ശ്വാസം കിട്ടണില്ല, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും. ഇനി ഇപ്പോൾ തിരുത്തിയാലുള്ള പ്രതിഫല റിവാർഡ് സ്വീകരിക്കാൻ ജീവിച്ചിരിക്കില്ല, ആൾ മരിക്കും. അത്രയും വക്കത്ത്, മരണത്തിൻ്റെ വക്കത്ത് കിടക്കുകയാണ് കുരിശ് വലതുവശത്ത് നിന്ന കള്ളൻ. ആ കള്ളൻ അവിടുന്ന് ശബ്ദമുയർത്തി, സ്റ്റോപ്പ്, ശബ്ദമുയർത്തി. അദ്ദേഹം പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ശകാരിച്ചു എന്ന് പറഞ്ഞത് അർത്ഥം, ചേട്ടാ നമ്മളല്ല ഇങ്ങനെ ഒരുപോലെയാണല്ലോ എൻ്റെ ചേട്ടാ പ്ലീസ് ഇപ്പോഴെങ്കിലും ഒരു സമാധാനം താ. അങ്ങനെയല്ല പറയണത്. ചേട്ടാന്നൊന്നും വിളിക്കുന്ന സമയമല്ല. തിന്മ അരങ്ങേറുമ്പോൾ ചേട്ടാന്നല്ല വിളിക്കേണ്ടത്, സ്റ്റോപ്പ് എന്ന് പറയണം. ശകാരിച്ചു, ശാസിച്ചു. താക്കീത് ചെയ്തു, അവനെ ശകാരിച്ചു. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധി തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് എൻ്റെ സഹോദര. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവനാകട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നീ എന്നെയും ഓർക്കണമേ. ഉടനെ എന്താണ് ആ തെറ്റ് തിരുത്തിയ ആൾക്ക് കിട്ടി. അപ്പം അതിനുശേഷം മറ്റേ ഇടതുവശത്ത് ഖമ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. പിന്നെ ആ തിന്മ അവിടെ സ്റ്റോപ്പായി. അല്ലെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വായിക്കൂടെ വന്നേനെ. കാരണം വേദനയുടെ മൂർധന്യത്തിൽ കിടക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടാൻ പോണെന്ന് ഒരു ലെവലും ഇല്ല. പക്ഷേ ഈ വലതുവശത്ത് കിടന്ന കള്ളൻ
ആദ്യത്തെ 2 സെൻറ്റൻസ് കേട്ടോളൂ, അവൻ ഉണർന്നു. അവസാനത്തെ ശ്വാസം വലിച്ച് കുരിശി കിടന്ന് പറയാൻ അത്ര എളുപ്പമല്ല. നിങ്ങളൊരു 10-15 മിനിറ്റ് കൈ ഇങ്ങനെ വിരിച്ച് പിടിച്ചതിന് ശേഷം നിങ്ങൾ സംസാരിച്ച് നോക്കാം, വിവരം മനസ്സിലാവും. ചിലർ കരുണക്കൊന്ത ചൊല്ലിയതിന് ശേഷം അവസാനത്തൊക്കെ ചൊല്ലുന്നത് കാണുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അങ്ങനെ വേദനയിൽ തൂങ്ങി കിടക്കുകയാണ് വലത്. എന്നാലും ശരി, അദ്ദേഹം ആ സമയം തിരുത്താൻ ഉപയോഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നോ, ഐ ഡോണ്ട് അഗ്രി. ദാനിയേൽ അവരോട് കൂട്ടി വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞില്ലേ, ഞാൻ ഇതിന് കൂട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി ഞാൻ ഇതിന് കൂട്ടില്ല. എന്നിട്ട് പറഞ്ഞു, നമ്മൾ സഹിക്കുന്നത് ന്യായമാണ്, ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെ വരെ തെറിയോ വഴക്കോ ഒന്നും പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യമില്ല. 2 വാക്ക് സംസാരിക്കണം, ഡിസഗ്രി ചെയ്യണം. അപ്പം തന്നെ ഈശോ ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്തു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ. തിരുത്തിയാൽ ഒരുപാട് വലിയ റിവാർഡ് ദൈവം തരും. തിരുത്തൽ സ്വീകരിച്ചാലും തരും. ഇടതുവശത്ത് കള്ളനും കൊടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും റിവാർഡ്. തിരുത്തൽ സ്വീകരിച്ച മിണ്ടപ്പിന് വേണ്ടിയിട്ടില്ല ആൾ അവിടെ നിന്നു. എന്നാൽ ഇത് രണ്ടും കൂടെ ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർന്നാൽ പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കും. വായിച്ചു നോക്കിയത് അതെവിടെ നമ്മൾ കണ്ടത്? അത് പെട്ടെന്ന് മറന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലെ 1 മുതൽ 6-ാമത്തെ വാക്യം. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കും. എന്താ? തിരുത്തില്ല, അനുസരണയില്ലാത്ത ജനത ക്രോധം വിളിച്ചു വരുത്തും, ആളി കത്തിക്കും. എന്നാൽ വലതുവശത്ത് കള്ളൻ അങ്ങനെയല്ലായിരുന്നു. പഠിപ്പും പത്രാസും കൂടി കഴിയുമ്പം ആരും തിരുത്താതെയാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. റീത്ത പുണ്യവതി പണ്ട് US നിന്ന് ഐനീഷ് സഹോദരി വളരെ ശക്തമായിട്ട് ശുശ്രൂഷയാണ്. ധാരാളം തിരുത്തലുകൾ ഐനീഷ് സഹോദരി സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഐനീഷ് സഹോദരി വെരി പവർഫുൾ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞ് ഓർമ്മിക്കുകയാണ്. റീത്ത പുണ്യവതിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് അത്ഭുതങ്ങളാണ് റീത്ത പുണ്യവതിയുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. ആരാണ് ഈ റീത്ത പുണ്യവതി? എങ്ങനെയാണ് റീത്ത പുണ്യവതി? ഈ റീത്ത പുണ്യവതി കല്യാണം കഴിച്ച ഒരു കുടുംബിനിയായിരുന്നു. നല്ല രോഗദൃഢകാർത്തനായ ഭർത്താവ് ഉണ്ടായിരുന്നു, 2 മക്കളും. അങ്ങനെ കുടുംബമായിട്ട് ഭർത്താവിന് വലിയ വിശ്വാസം ഉണ്ടോയെന്ന് എനിക്ക് കൃത്യം അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ കുറച്ച് ദുഷ്ടന്മാർ ഈ ഭർത്താവിനെ കുത്തിക്കൊന്നു. ഈ കുത്തിക്കൊന്ന സമയത്ത് ഈ റീത്തപ്പുണ്യവതിയുടെ മക്കളിത് ആൺമക്കളാണ്, 2 പേര് ഇത് കണ്ടു. അതുകൊണ്ട് ഈ റീത്തപ്പുണ്യവതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ 2 മക്കൾ അപ്പുറത്തുനിന്ന് വളരെ വേദനയോടും വളരെ ഹൃദയപരമായ വികാരത്തോടെ പറഞ്ഞു കേട്ടു, എൻ്റെ അപ്പനെ ഞങ്ങളുടെ അപ്പനെ കുത്തിക്കൊന്നവരെ ഞങ്ങളും കുത്തിക്കൊല്ലും. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾ കുത്തിക്കൊല്ലും. 2 പേര് അപ്പുറത്തിരുന്ന് പറയണത് ഈ റീത്ത പുണ്യവതി കേൾക്കുകയാണ്. ഈ റീത്ത പുണ്യവതി കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ മക്കളോട് ചെന്ന് പറഞ്ഞു, മക്കളെ, നിങ്ങൾ കർത്താവിന് ചേരാത്ത വിധം ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങനെ വൈരാഗ്യത്തിലും വെറുപ്പിലൊക്കെ പെട്ട് നിങ്ങളുടെ ആത്മാവ് നശിച്ചു പോകും. ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നതും ഞാൻ നിങ്ങളോട് പറയുന്നത് കാര്യം ഇതാണ്. നിങ്ങൾ വെറുപ്പിലും വൈരാഗ്യത്തിലിരുന്ന് നിങ്ങളുടെ ആത്മാവ് പാപത്തിൽ നശിക്കുന്നതിനേക്കാൾ നിങ്ങൾ ദൈവകൃപയിലായിരിക്കുമ്പോൾ നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ അതാണ് നിങ്ങൾ പാപത്തിൽ നശിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് കർത്താവിനോട്, എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ പാപത്തിൽ നശിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന സമയമുണ്ടെങ്കിൽ അങ്ങ് സ്വീകരിച്ചോ. ആളെ ജീവിക്കണം ഞാൻ നിർബന്ധിക്കുന്നില്ല. നരകത്തിൽ പോകരുതെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കൾ നരകത്തിൽ പോകരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒറ്റ വർഷത്തിനുള്ള ഏതാനും നാളുകൾക്കുള്ളിൽ 2 മക്കളും മരിച്ചുപോയി.
എൻ്റെ മക്കളുടെ ആത്മാവ് നരകത്തിൽ നിബന്ധിക്കുന്നതിനേക്കാൾ അവർ നരകത്തിൻ്റെ അവസ്ഥയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിന് സ്വീകാര്യ സമയത്ത് തന്നെ മരിച്ചാൽ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഞാൻ അതാണ് കൂടുതൽ നന്നായി കരുതുന്നതെന്ന് കരുതിയ ആളാണ് റീത്ത പുണ്യവതി. പിന്നീടാണ് റീത്ത പുണ്യവതി വിശുദ്ധയായി തീർന്നതുമൊക്കെ ആയിട്ട് വലിയ പ്രതിഫലമാണ് കർത്താവ് റീത്ത പുണ്യവതി കൊടുത്തത്. ഇത് തിരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ വിറകുമുട്ടിയെടുത്ത് അടിക്കണമെന്ന് നിർബന്ധമില്ല. ഈ മക്കളുടെ ആത്മാവിന് നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാലും തിരുത്തലിൻ്റെ കൃപ കിട്ടും. മക്കളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ആത്മാവ് മാരകഭാവത്തിൽപ്പെട്ട് നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് കൃപ വരപ്രസാദം നഷ്ടപ്പെടാതെ സ്വർഗത്തിൽ പോകാനാണ്. ഒരു വർഷത്തിനുള്ളിൽ 2 ആൺമക്കൾ മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു, 2 ആൺമക്കളും മരിച്ചു. ഇന്നും റീത്ത പുണ്യവതിയുടെ ആ ശവകുടീര പുഷ്പങ്ങൾ പോലും ജീർണിച്ചിട്ടില്ലെന്നാണ് അവിടെ ചെല്ലുന്നവർ ചിലർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. റീത്ത പുണ്യവതി പ്രാർത്ഥിക്കും ചിലർക്ക് റോസാപ്പൂക്കൾ, നല്ല സുഗന്ധമുള്ള റോസാപ്പൂക്കൾ, അല്ലികൾ ഇങ്ങനെ അത്ഭുതകരമായി ലഭിച്ച കാര്യം അവർ വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റീത്ത പുണ്യവതി എങ്ങനെയാണ് തൻ്റെ മക്കളെ തിരുത്തിയത്? ആ മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നത് അദ്ദേഹം ദൈവത്തോട് തീഷ്ണമായിട്ട് പറഞ്ഞു, എൻ്റെ മക്കളുടെ വരപ്രസാദം നഷ്ടപ്പെടുത്തരുത്, പ്രാർത്ഥിച്ചു, എൻ്റെ മക്കൾക്ക് സ്വർഗം നഷ്ടപ്പെടുത്തരുത്, പ്രാർത്ഥിച്ചു. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ നീ ആഗ്രഹിക്കരുത്, അതിലും ഭേദം അനബദ്ധ്യനായി മരിക്കുന്നതാണ്. മക്കൾ നരകത്തിൽ പോയിട്ട് നമ്മളിവിടെ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മക്കൾ സ്വർഗത്തിൽ പോകുക, നമ്മളിവിടെ ഒന്നുമില്ലാത്തവരായി മാറിയാൽ നഷ്ടമില്ല. മക്കളെ സ്വർഗത്തിൽ എത്തണം, നമ്മൾ സ്വർഗത്തിൽ എത്തണം, നമ്മുടെ മക്കൾ സ്വർഗത്തിലെത്തണം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ റീത്ത പുണ്യവതി കഥ നിങ്ങളൊന്ന് പഠിക്കണം. ഇന്ന് രാത്രി ദൈവമേ, മക്കൾ മാത്രമല്ല ചുറ്റുവട്ടത്ത് ആര് ദൈവത്തിനെതിരായി നീങ്ങിയാലും അവരെയൊക്കെ തിരുത്താനും ഒക്കെ നമ്മൾ പറഞ്ഞവരെല്ലാം വഴക്ക് കൂടി വലിയ കലഹം ഉണ്ടാക്കണം നിർബന്ധമില്ല. നമ്മൾ പറയുക, പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. റീത്ത പുണ്യവതി അതല്ലേ ചെയ്തത്? റീത്ത പുണ്യവതി മക്കളെ മർദ്ദിക്കുകയോ ഭയങ്കരമായിട്ട് അവിടെ വലിയ കലാപം സൃഷ്ടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. കുരിശിലെ വലതുവശത്ത് കളഞ്ഞു, അതല്ലേ ചെയ്തത്? തക്ക സമയത്ത് വേഗം ഇടപെട്ടു. അടുത്ത വർഷം ആകട്ടെ, ചിരങ്ങനെ മുതിർന്നിട്ടാകട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ. സോ വി ഓൾ ആർ കോ-ഫോർമാറ്റേഴ്സ്. നമ്മൾ പരസ്പരം എല്ലാവരും ഫോർമേഷനിൽ കർത്താവിനും സ്വർഗത്തിനും വേണ്ടി ഒരുക്കുന്നതിൽ ഭാഗവാക്കുകളാണ്. കോ-ഫോർമേഷൻ പേരൻസ് മാത്രമല്ല, സൊസൈറ്റിക്കും അതിനകത്ത് പങ്കുണ്ട്. കാണുന്നവർ, പ്രായത്തിൽ മൂത്തവരെല്ലാം കോ-ഫോർമാറ്റേഴ്സാണ്. കോ-ഫോർമേഷൻ ആത്മാവിനെ സ്ഫുടം ചെയ്യാം. 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ, ഇന്ന് ഈ രണ്ട് സെഷനിലൂടെയും അവിടെ നിന്ന് വെളിപ്പെടുത്തിയ കൃപ ഈ സമൂഹത്തിന് മേൽ അനവധിയായി നിറയട്ടെ, പെയ്തിറങ്ങട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അനോയിന്റിംഗ് നിറയട്ടെ, അനോയിന്റിംഗ്, അനോയിന്റിംഗ്, ഹല്ലേലൂയ, ഗ്ലോറി, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 വരമാരി ചൊരിയണമേ, വരമാരി ചൊരിയണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, വരമാരി ചൊരിയണമേ, ദാനങ്ങൾ വർഷിക്കണമേ, ധൈര്യം നൽകണമേ, ദാഹം നൽകണമേ, വിശുദ്ധിക്ക് വേണ്ടി ദാഹം നൽകണമേ, സ്വർഗത്തിന് വേണ്ടി ദാഹം നൽകണമേ, നിത്യജീവന് വേണ്ടി ദാഹം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ദൈവത്തിൽ ഇരിക്കുക. എന്ന് തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എല്ലാ കുടുംബങ്ങളെയും കുട്ടികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭോഷത്വത്തെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ജീവിത വഴികളിൽ കർത്താവ് കൃപ തൂകി ഈ രാത്രി അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഒരുപാട് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തകർന്ന കുടുംബങ്ങൾ പുനരുദ്ധരിക്കപ്പെടട്ടെ, വഴിതെറ്റിയ മക്കൾ കർത്താവിന് നിരപ്പായ വഴികളിലേക്ക് നടന്നു വരട്ടെ, പുതിയ അഭിഷേകത്തിന് തൈലം ഒഴിക്കപ്പെടട്ടെ, കാട്ടുപോത്തിന് കൊമ്പ് പോലെ അവിടെ നമ്മുടെ കൊമ്പ് ഉയർത്തട്ടെ, വീണ്ടും പുതുജീവൻ പ്രാപിക്കട്ടെ, കുടുംബങ്ങളെല്ലാം പൊട്ടിത്തഴച്ച് വളരാൻ കൃപാവരങ്ങൾ നിറയട്ടെ, പരിശുദ്ധാത്മാവ്
രാത്രി ഇറങ്ങി പ്രവർത്തിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. Praise the Lord.